മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ റബ്ബുമായി കൂടിക്കാഴ്ച നടത്തിയത് മിഅ്റാജ് രാവിലാണ്. ആ സമയത്ത് മുത്തുനബിൻ്റെ ഉമ്മത്തിന് അള്ളാഹു കനിഞ്ഞേകി ഒരു സമ്മാനം നൽകി. അതാണ് നിസ്കാരം. അത് നിലനിർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാനൊരു കഥ പറയാം. വലിയൊരു മഹാപണ്ഡിതൻ, സൂഫി വര്യൻ, അദ്ദേഹത്തിൻ്റെ പെങ്ങൾ മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പെങ്ങളെ മറവ് ചെയ്തു. ആ സമയത്ത് തൻ്റെ കീശയിലുണ്ടായിരുന്ന പണസഞ്ചി അറിയാതെ ഖബറിൻ്റെ ഉള്ളിലേക്ക് വീണു. മറവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞുപോയി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ആ പണ്ഡിതന് ഓർമ്മ വന്നത്, എൻ്റെ പണസഞ്ചി അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഖബറിൻ്റെ അടുക്കിലേക്ക് വന്ന് ആ ഖബർ മേൽമണ്ണ് മാന്താൻ തുടങ്ങി. ആ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഖബറിൽ നിന്ന് വലിയൊരു തീക്കാറ്റും തീയും പുറത്തേക്ക് അടിച്ചു വീശുന്നത്. അദ്ദേഹം പേടിച്ചരണ്ടു. ഉടനെ ഓടി വീട്ടിലേക്ക് ഉമ്മയോട് ചോദിച്ചു, വല്ലയോ ഉമ്മ, നമ്മുടെ പെങ്ങൾക്ക് എന്തു പറ്റി? പെങ്ങൾ എന്ത് അപരാധമാണ്, എന്ത് വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉമ്മ പോയി ചോദിച്ചു, എന്താ മകനെ നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഉമ്മയോട് നടന്ന സംഭവം പറഞ്ഞു. അപ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ പെങ്ങൾ ജീവിതത്തിൽ അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൾ കറക്റ്റ് സമയത്തിന് നിസ്കരിക്കാറില്ലായിരുന്നു. ആ വലിയൊരു തെറ്റ് നിന്റെ പെങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നോക്കണം, നാം ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. നിസ്കാരം കറക്റ്റിന് സമയത്തിന് നിലനിർത്തിയിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ എന്തായാലും നമുക്ക് വിലയില്ല. നമ്മുടെ ദുനിയാവും അതുകൊണ്ട് നഷ്ടപ്പെടുന്നു, ആഖിറം തീരെ നമുക്ക് കിട്ടുന്നുമില്ല. അള്ളാഹു നിസ്കാരം നിലർത്തി മുഅ്മിനീങ്ങളോട് സജ്ജനങ്ങളുടെ കൂടെ ചേരുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ മിഅ്റാജ് മുതൽ നാം ഒരു പ്രതിജ്ഞ എടുക്കുക. ഇനി മുതൽ നിസ്കാരം നാം ഒഴിവാക്കുകയില്ല, സമയത്ത് നിസ്കരിക്കുമെന്ന്. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.